ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടുവാൻ, പ്രാർത്ഥനയ്ക്കായി കൂടുവാൻ ദൈവമായ കർത്താവ് അവസരം നൽകിയല്ലോ. ഒന്നുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് രാവിലത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളാകാം. നമുക്ക് ദൈവസന്നിധിയിൽ അല്പസമയം പ്രാർത്ഥിക്കാം. അനന്തരമായി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഇന്ന് പകൽക്കാലം അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ലൊരു പ്രഭാതം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി, ഞങ്ങളെ താങ്ങുകയാൽ ഈ രാവിലെ സമയം ഉണരുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. ഈ പ്രാർത്ഥനയുടെ തണലിൽ ഞങ്ങൾക്ക് ഈ രാവിലെ സമയം പ്രാർത്ഥിപ്പാനായി ദൈവം ഞങ്ങൾക്ക് ഒരുക്കിയ നല്ല സമയത്തിനായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിൽ ഈ പ്രാർത്ഥനയ്ക്കായി പങ്കുചേർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏവരെയും ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ ദാസൻ മെൽസൺ പാസ്റ്ററെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. മറ്റ് ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് രാവിലെ പ്രാർത്ഥിക്കുന്നു. അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമേ. ദൈവസന്നിധിയിലായിരിക്കുന്ന സമയം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട സമയമായിരിക്കാൻ സഹായിക്കണം. പാടുവാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം ചിന്തിപ്പാനും ഒക്കെ ദൈവം ഞങ്ങൾ കൃപ നൽകണം. എല്ലാ നാമത്തിലും മഹത്വം ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കും. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയുടെ തണലിൽ എല്ലാ പ്രഭാതത്തിലും നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം പ്രാർത്ഥനയിലായിരിക്കാൻ സർവശക്തനായ ദൈവം നൽകിയ അനുഗ്രഹീതമായ സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദാസൻ മെൽസൺ പാസ്റ്ററെയും കുടുംബത്തെയും കർത്താവ് ഇത്രത്തോളം സഹായിച്ചല്ലോ. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവമക്കൾ ഏവരെയും ഈ രാവിലെ സമയം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി സമയങ്ങൾ വേർതിരിക്കുന്ന സമയങ്ങളാണ്. ആകയാൽ ഇന്ന് പകൽക്കാലം ആരാധന ലീഡ് ചെയ്യുന്നത് കർത്താവിൻ്റെ ദാസി ഡെയ്സി തോമസ് ആണ്. ആ കർത്തദാസിയെ ആ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. 5-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. യഹോവേ, രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്ക് ഒരുക്കി കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ ഇങ്ങനെ ഒരു അവസരം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം തന്നു. ലീഡിവാൻ കർത്താവിന്റെ അഭിഷിക്തദാസനെ ബലപ്പെടുത്തുന്നവർ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും പുലർക്കാലം ദൈവസന്നിധി നന്ദിയുള്ളവരായിരിക്കാൻ തക്കണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ചുവട് കർത്താവിന്റെ സന്നിധിയിലായിരിക്കണം. എല്ലാം ദൈവം തന്ന നന്മയ്ക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നവരായിരിക്കണം. അതുപോലെ നന്ദിയോടെ ഉള്ളൊരു ഗാനമാണ് ആദ്യം പാടുവാൻ ആഗ്രഹിക്കുന്നത്. ആമേൻ. സ്തോത്രം. അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ, അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ. എവിടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിട്ടുണ്ടു പരനേ, അതിൽ നിന്നെ പരിപാലിച്ച കൃപയ്ക്കായി സ്തുതി നിനക്കേ. നെടുവീർപ്പെട്ടു കരഞ്ഞിടുന്നു പലമർത്യരി സമയേ, അടിയനുള്ളിൽ കുതുകം തന്ന കൃപയ്ക്കായി സ്തുതി നിനക്കേ. കിടക്കയിൽ വച്ചരിയ സാത്താനടുക്കാതിരിപ്പതിനൻ, അടുക്കൽ ദൂതഗൺ തേക്കാവലാണച്ച കൃപ യാനൽപ്പം.
ഉറക്കത്തിനു സുഖവും തന്നൻ അരികെ നിന്നു കൃപയാ. ഉറങ്ങാതെന്നെ ബലമായി കാത്ത തിരുമേനിക്കു മഹത്വം. ആരുണൻ ഉദിച്ചുയർന്നീഷേതി ദുതിയാൽ വീളം ഇടുമ്പോൾ പരനേ എന്റെ ആഗമേ വേളി വരുക തിരുകൃപയാ. ആദിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ. ആദിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ അരുൾക യേശു പരനേ. ദൈവത്തിലെ തിരുവചനം നമ്മളെ ഓർപ്പിക്കുന്നത് എല്ലാത്തിനും നമ്മൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക എന്നും എപ്പോഴും സ്തോത്രത്തിൽ ജാഗരിക്കുക എന്നും ആദരഫലമാകുന്ന സ്തോത്രമെന്ന യാഗത്തെ അർപ്പിപ്പിനെന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവവചനം നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരായി നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ സ്തോത്രത്തിൽ ജാഗരിക്കുന്ന ഒരു ഗാനം കൂടി പാടുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാ. നിന്റെ ദയ എൻ പ്രാണനെ കാത്തുകൊണ്ടതാ. എന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ആദരം നിന്നെ കീർത്തിക്കുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യനാമത്തെ സ്തുതിച്ചിടുമേ. എന്റെ ജീവകാലമെല്ലാം പുതുഗാനത്താൽ അതുല്യനാമത്തെ സ്തുതിച്ചിടുമേ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം. നിന്റെ നാമമല്ലോ എന്നും എന്റെ ആശ്രയം. നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. നിന്നിൽ മാത്രം ഞാനെന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവ ഉറവാ. ജീവവഴിയും നീ മാത്രമല്ലോ. നിന്നിലല്ലോ നിത്യ ജീവ ഉറവാ. ജീവവഴിയും നീ മാത്രമല്ലോ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. നിന്റെ വലം കയ്യാൽ എന്നെ താങ്ങി നടത്തും. നിന്റെ വലം കയ്യാൽ എന്നെ താങ്ങി നടത്തും. എന്റെ കാലുകൾ തെല്ലും ഇടറിടാതെ. എന്റെ കാലുകൾ തെല്ലും ഇടറിടാതെ. എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കി. നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി
എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കി നിന്റെ വഴിയിൽ ഞാൻ നടക്കുവാനായി സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ എല്ലാ നാളിലും എൻ ജീവിതത്തിൽ. ആമേൻ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തുതികളെ മേലെ അധിവസിക്കുന്നവനെ നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധ ദൈവത്തിന്റെ നാമം സകലത്തിലും മഹത്വം എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്തോത്രം. കർത്താവ് ഇങ്ങനെ ഒരു അവസരം തന്നതിനായ ദൈവസന്നിധിയിൽ ബെൻസബാസ്റ്ററുടെ കുടുംബത്തോടും ശേഷമായിരിക്കുന്ന എല്ലാവരും പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ദൈവനാമത്തിൽ താണിരിക്കുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. രാവിലെ സമയം അനുഗ്രഹീതമായ ഗാനങ്ങൾ പാടിയ സിസ്റ്റർ ഡെയ്സി തോമസിന് നന്ദി പറയുന്നു. തുടർന്ന് നമ്മൾ ദൈവസന്നിധിയിലെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിപ്പാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയുടെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യങ്ങൾ പല നിലകളിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ നമുക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി വളരെ ജാഗ്രതയോടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കാം. തുടർന്നുള്ള ആ സമയം പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായി കർത്താവിന്റെ ദാസൻ മാത്യു വർഗീസ് ഗുജറാത്ത് കർത്തദാസിനെ പ്രാർത്ഥന ലീഡ് ചെയ്യുവാനായി ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥന നമ്മോട് ഷെയർ ചെയ്യും. ആ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാതകാലത്ത് ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ കൂട്ടിവരുത്താനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. അനേകരുടെ പ്രാർത്ഥനകളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവം നിലനിർത്തുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ അനേക വിഷയങ്ങൾ നമ്മൾ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളിലും കർത്താവ് മറുപടി തന്നുകൊണ്ടിരിക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. സ്തോത്രം. ഇന്നത്തെ പാൽക്കാലം നമുക്ക് പ്രാർത്ഥന വിഷയമായ ദൈവത്തിൽ കടന്നു വരാം. നമ്മൾ എന്നും ചെയ്തു വരുന്നത് പോലെ തന്നെ ഈ രണ്ട് വിഷയങ്ങൾ ഓരോരുത്തർക്ക് പറയാം. അത് മറ്റൊരാളെ ചേർന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റ് ഭവനങ്ങളിലായിരിക്കും നമ്മുടെ സഹോദരങ്ങൾ ആ വിഷയത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഒരു വിടുതൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തിലായിരിക്കാം. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് വിഷയമുള്ളവർ ആദ്യമായിട്ട് ഓരോരോ വിഷയങ്ങൾ പറയാമല്ലോ. ഇങ്ങനെ നമ്മള് പപ്പായ മമ്മിയും പെങ്ങളും വെസ്റ്റ് ബംഗാളിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് കൺഫേം ലഭിച്ചു. അവര് ദൈവനിധിക്കാണ് ഇന്ന് 2:45 സമയത്ത് ഇവിടുന്ന് ഗുജറാത്തിന് യാത്ര തിരിക്കുന്നു. അവിടെ യാത്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബന്ധുസെ നോക്കാൻ വേണ്ടി നമ്മുടെ UP-യിലുള്ള സുനിത എന്ന് പറയുന്ന ഒരു ആന്റി ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മുടെ വിശ്വാസിയായിരുന്നു. അവര് തിരിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. 7-ാം തീയതി തിരിക്കും. 8-ാം തീയതി ഇവിടെ എത്തും. അവരുടെ യാത്ര അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ബന്ധുസന് ഇന്നലെ ഒരു ശരീരത്തിന് അല്പമായ വേദനയോ ക്ഷീണമൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ഉറങ്ങിയത്. ഉറക്കം രാത്രി കുറവാണ്. പൂർണ്ണമായ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എന്റെ എഫ്രൈമിന് വേണ്ടി ഇന്നലെ പ്രാർത്ഥിച്ചിരുന്നു. കുഞ്ഞിന് പനിച്ചില്ല. പ്രാർത്ഥിച്ച എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. പാസ്റ്റർ ബെൻസൺ ഡാനിയലിന്റെ പപ്പായും മമ്മിയും ഇന്ന് ഉച്ചയ്ക്ക് 2:45 ട്രെയിനിന് അവര് വെസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു. സിസ്റ്റർ ബെൻസി അവർ 3 പേരും കൂടെയാണ് യാത്ര പോകുന്നത്. അവർക്ക് ടിക്കറ്റ് ഇന്നലെ തത്കാൽ ടിക്കറ്റ് ലഭിക്കാനിടയായി. നമ്മളെ വിഷയം അറിഞ്ഞല്ലോ. ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ സിസ്റ്റർ ഡേസി പറഞ്ഞ എഫ്രൈമിന്റെ ആ വിഷയം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വിഷയത്തെ ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. മനോഹരമായ പകർന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. രാത്രി മുഴുവൻ കർത്താവ് ഞങ്ങളെ അതിശൂരമായി സുദൂരമായി ഞങ്ങളെ വഴിനാട് ചെയ്തു. രാവിലെ സമയം കേൾക്കുവാനും കർത്താവ് വിഷയം വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ഒരു അവസരം കൊടുക്കുന്ന കൃപയ്ക്കായി നിങ്ങളോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ പ്രത്യേകിച്ചും സംഭാഷകരമായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർ കർത്താവെ ബംഗാളിലേക്ക് കടന്നു പോകുന്ന കർത്താവ് ദിവസം
ടിക്കറ്റ് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിച്ചല്ലോ കർത്താവെ. കർത്താവ് സഹായിച്ചതിനാൽ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവർ കർത്താവെ, പ്രിയ ദേവദാസി ഇവിടെ ശുശ്രൂഷകൾക്ക് ശേഷം കർത്താവെ അവരെ പശ്ചിമകാലിൽ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കൃപ അവരോട് കൂടെ ഇരിക്കുമാറാകണമേ. വഴിയാത്രയിലെല്ലാം നീ സൂക്ഷിക്കണമേ. യാതൊരു പ്രയാസമോ പ്രതികൂലങ്ങളോ ഉണ്ടാകാതെ ഒരു സമയത്ത് കർത്താവെ അവന് അവിടെ എത്തിച്ചേരുവാനും അവിടെയുള്ളവർ പ്രിയപ്പെട്ടവരെ കണ്ട് സന്തോഷിക്കുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴിയിലെല്ലാം എന്റെ കൃപ ധാരാളമായി പകരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മാതാപിതാക്കൾക്ക് കർത്താവെ ശരീരാത്മതകളെ ബലപ്പെടുത്തി ശരീരത്തിന് വേണ്ട സൗഖ്യവും ബലവും നൽകണമേ. ഒരു പ്രയാസമോ ദുഃഖമോ രോഗമോ ഒന്നും വരാതെ പ്രിയപ്പെട്ടവരെ കാത്തുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വിധത്തിലും അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള കർത്താവെ സഭയെയും ദേവദാസിനെയും കുഞ്ഞുങ്ങളെയും ചെന്ന് കണ്ട് സന്തോഷിക്കുവാൻ കർത്താവെ അവന് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് അത്ഭുതം ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അവർ കടന്നു പോകുമ്പോൾ കർത്താവെ പ്രിയബന്ധുവിന് ഒരു പ്രയാസം ഉണ്ടാകുവാൻ അനുവദിക്കരുത്. അവരുടെ കുറവോ കർത്താവെ അവർക്കുണ്ടാകുവാൻ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഹോദരി കർത്താവെ അവളെ ശുശ്രൂഷിക്കുവാൻ കടന്നു വരുന്നുവല്ലോ, ഒരു യാത്രയിൽ കൂടെ ഇരിക്കണമേ കർത്താവെ. ദൈവസ്നേഹത്തിൽ കർത്താവെ നല്ല രീതിയിൽ കർത്താവെ കുഞ്ഞിനെ അവളെ ശുശ്രൂഷിക്കുവാൻ കർത്താവ് ആ പ്രിയ സഹോദരിയെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരു പ്രയാസമോ പ്രതികൂലങ്ങളോ ഉണ്ടാകുവാൻ കർത്താവ് അനുവദിക്കല്ലേ. അവരുടെ യാത്രയിൽ കൂടെ ഇരിക്കണമേ. ക്ഷേമത്തോടെ വന്നെത്തി കർത്താവെ ശുശ്രൂഷിക്കുവാൻ, കുഞ്ഞുങ്ങളെ നോക്കുവാൻ, അവർക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാനൊക്കെ ഒരു മാതാവിനെ പോലെ കർത്താവെ അവരവിടെ ആയിരിക്കാൻ നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ യാത്രയിലുള്ള സങ്കടങ്ങളുടെ കാര്യത്തിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹമായി അവരെ കൊണ്ടെത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ പറഞ്ഞതായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ ദിവസം കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന കർത്താവെ. പനിയാൽ ഭാരപ്പെട്ടുവെങ്കിലും അവിടെ സൗഖ്യം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം കർത്താവ്. ഇനി ഒരു ടെമ്പറേച്ചർ ഉണ്ടാകുവാൻ അനുവദിക്കില്ലേ. പൂർണ്ണാരോഗ്യവും ബലവും കുഞ്ഞിന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പ്രാർത്ഥന വിധിക്കാൽ സ്തോത്രം. സർവ്വ നാമത്തിൽ വീക്ഷിക്കുന്ന കരുണയോടും കൃപയോടും കേൾക്കുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ സ്തുതിക്കാമല്ലോ. അടുത്ത വിഷയം പറഞ്ഞു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ, ഞാൻ നോമന യോഹനാൻ. ഞങ്ങള് തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് ഗ്രേസ് ബിജു. പൈതലിന്റെ വിവാഹമെല്ലാം ഭംഗിയായി നടന്നു. ഇപ്പൊ UK-യിലാണ്. അപ്പൊ 18-ാം തീയതി ഒരു ഇന്റർവ്യൂ ഉണ്ട് പൈതലിന്റെ ജോലിയുടെ ഇതില്. അപ്പൊ അവിടെ അത് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കണം. പിന്നെ ദൈവം തക്കതായ തുണയെ കൊടുത്തു. ക്രിസ്റ്റി എന്നാണ് പേര്. അപ്പൊ മോന് 19-ാം തീയതി അവിടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ആ 2 വിഷയത്തിന്മേലും ദൈവം അത്ഭുതം പ്രവർത്തിക്കണം. ഗ്രേസിന് ഒരു ഇന്റർവ്യൂവില് വിജയം, ക്രിസ്റ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആ ടെസ്റ്റില് വിജയം കൊടുക്കണം. പിന്നെ എൻ്റെ ആങ്ങളയുടെ മോളാണ്, ആങ്ങളയുടെ മോൻ ഗായോസ് ബിജു. പൈതലിന്റെ വിദ്യാഭ്യാസത്തെ ദൈവം അനുഗ്രഹിക്കണം. ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. സ്തോത്രം പാസ്റ്ററെ, ഞാൻ അമ്മണി രാജനാണ്. പറഞ്ഞു ആന്റി. പിന്നെ എന്റെ മോള് ജാൻസി, അവക്ക് പനിയാല ഭാരപ്പെടുന്നു. ഇളയ കുഞ്ഞ് 2 വയസ്സുണ്ട്. കുഞ്ഞിന് ഭയങ്കര പനിയും ശ്വാസമുട്ടിനാല കുഞ്ഞും ഭാരപ്പെടുന്നു. പ്രാർത്ഥിക്കണേ. ഈ 2 വിഷയങ്ങള് നമ്മൾ കേട്ടല്ലോ. ശോഭന പറഞ്ഞ ഗ്രേസ് ബിജുവിന്റെ വിവാഹം മംഗളകരമായി നടക്കാനിടയായി. ക്രിസ്റ്റിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ UK-യിൽ ആവശ്യമാണല്ലോ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗായോസ് ബിജുവിന്റെ കാര്യം നമ്മൾ കേട്ടല്ലോ. ഈ വിഷയങ്ങള് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മണി രാജു പറഞ്ഞ വിഷയം, മകള് ജാൻസിക്ക് പനിയായിട്ട് ഭാരപ്പെടുന്നു, കുഞ്ഞിന് സുഖമില്ലാതിരിക്കുന്നത് നമ്മൾ കേട്ടല്ലോ. ഹല്ലേലൂയ. ഈ 2 വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നവനായ ദൈവമേ കർത്താവ്, നല്ല സമയത്ത് ഓർത്ത് കർത്താവിന്റെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിശുദ്ധ പുലർക്കാലം ദൈവിക പാദപ്പെടുത്തുന്ന കർത്താവേ, ഞങ്ങൾ കർത്താവ് ഒരുമിച്ചായിരിക്കാൻ സുഖത്തിലെ ദൈവം സഹായിച്ച കൃപയ്ക്കായി നന്ദി പറയട്ടെ. അപ്പൊ ആ കർത്താവെ പറയപ്പെട്ടതായ കർത്താവെ വിഷയങ്ങളെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ കരുണ കർത്താവെ ഹല്ലേലൂയ. പ്രിയ കർത്താവെ ഹല്ലേലൂയ. കർത്താവെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തണമേ. ആ ഇന്റർവ്യൂവിൽ കർത്താവെ ദൈവത്തിന് തിരിക്കുന്ന കർത്താവ് വെളിപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ ആ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിന് മേലും കർത്താവിന്റെ കരങ്ങൾ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സ്തോത്രത്തോടെ ഞങ്ങൾ സമർപ്പിക്കട്ടെ. കർത്താവ് വലിയൊരു ശസ്ത്രജ്ഞമാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെ സന്നിധിയിലേക്ക് കർത്താവെ അമ്മണി എൻ്റെ കുടുംബത്തിനായി ഞങ്ങൾ
പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ ഹല്ലേലൂയ. ജാൻസി മോൾക്ക് കർത്താവേ ഹല്ലേലൂയ. കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ കരുണ കർത്താവെ അങ്ങ് അയച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം കർത്താവെ ഞങ്ങൾ കർത്താവെ അങ്ങ് പറയുന്നത് കർത്താവെ ഹല്ലേലൂയ വായിക്കുന്നത് കർത്താവെ അങ്ങയുടെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നതാകിയാൽ കർത്താവെ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധി ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ദൈവപ്രവൃത്തി കർത്താവെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് വിഷയങ്ങളുടെ മുഖത്ത് കർത്താവിന്റെ കരങ്ങൾ കർത്താവ് വലിയ ചെയ്ത് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗന്ദര്യത്തെയും കർത്താവ് അനുഗ്രഹിക്കുകയും കർത്താവ് ഹല്ലേലൂയ നടത്തുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി വാഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അടുത്ത വിഷയം എന്റെ പേര് സജിനി. നമ്മൾ പതിപോലെ പ്രാർത്ഥിക്കുന്ന വിഷയമാണ് എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം. മൂത്ത മോന് തോറ്റ വിഷയം എഴുതാനായിട്ട് ദൈവം പ്രവാസം ഒരുക്കണം. അതുപോലെ എന്റെ പെൺപിതലിന് നല്ലൊരു അഡ്മിഷൻ ലഭിക്കണം. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്. വിഷയങ്ങൾ പറഞ്ഞാട്ടെ. പ്രൈസ് ലോർഡ്. മഞ്ഞ തോമസിന് വേണ്ടി പ്രാർത്ഥിക്കണം. മോൻ പനിയാൽ ഭാരപ്പെടുന്നു, അബുദാബിയിലാണ്. ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ അവന്റെ ഹെഡ് ഓഫീസ് ഷാർജയിലോട്ട് വിളിച്ചു കോണ്ടാക്ട് ചെയ്തപ്പം പറയുക അവന് സ്റ്റാമ്പിങ്ങിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അതിന് 1 മണിക്കൂറത്തെ ആവശ്യമേ ഉള്ളെന്നാണ് മറ്റുള്ളവർ പറയുന്നത്. എന്തുകൊണ്ട് ആ കുഞ്ഞിന് അത് ചെയ്ത് കിട്ടാത്തതെന്ന് അറിയുന്നില്ല. പ്രത്യേകമായിട്ട് മോനെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതുപോലെ മോക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ആ മോൻ നാളെ കഴിഞ്ഞ് മദ്രാസിലൊരു ട്രെയിനിങ് ഉണ്ട്. അവന് അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ മോന്റെ പേര് ആമോസ് എന്നാണ്. അവന് വേണ്ടി പ്രാർത്ഥിക്കണം. മോളുടെ എക്സാമിനെ ഓർത്ത് പ്രാർത്ഥിക്കണം. മെയ് 25-ാം തീയതിയാണ് UPSC എക്സാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ എൻ്റെ സഹോദര മകൾ കിസിയ മോളിയും മാസം 18-ാം തീയതി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് അതിന്റെ എക്സാം B2-ന്റെ എക്സാമാണ്. അതിനുവേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ രണ്ട് വിഷയങ്ങള് നമ്മൾ കേട്ടല്ലോ. സ്തോത്രം. സിസ്റ്റർ സജിനയുടെ തോറ്റ വിഷയം അത് എഴുതിയെടുക്കേണ്ടത് ആവശ്യമാണ്. അവർക്ക് വേണ്ടി നമ്മൾ നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ കുടുംബത്തെ വീണ്ടും നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കാം. പിന്നെ അടുത്തത് അമ്മിണിയാൻ്റെ ആമോസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മോൾക്ക് ഒരു എക്സാം ഉണ്ടല്ലോ മെയ് 25-ന്. ആ വിഷയം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കെസിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഈ രണ്ട് വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, നല്ല സ്വർഗീയപിതാവേ, വീണ്ടും എൻ്റെ അപ്പച്ചൻ്റെ പാതപീഠത്തിലേക്ക് പ്രഭാത സമയത്ത് കടന്നു വരുവാന്നൊക്കെ വേണം. സ്വർഗത്തിലപ്പനൊരവസരം കൂടി ജീവിതത്തിൽ ഒരുക്കി തന്നതിനായിട്ട് സ്തോത്ര അപ്പച്ച. ഹല്ലേലൂയ. ദൈവമേ, കടന്നു വന്ന എന്നെയും അപ്പാൻ എല്ലാ സഹോദരിമാരെയും ദേവദാസന്മാരെയും കുടുംബമായിട്ട് തലമുറകളായിട്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ യേശുവിൻ്റെ രക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരെയും അവിടെയായി രക്തക്കോട്ടകളിൽ മറിച്ച് ദൂതന്മാരെ കാവൽ ചെയ്ത് സ്വർഗത്തെയും അതിനുള്ളിൽ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എൻ്റെ ദാസൻ പറഞ്ഞ വിഷയങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. മഞ്ഞ തോമസിനായി സ്തോത്രം. വളരെ നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. പാപ്പ ഇതിലായിരിക്കുന്ന സ്ഥാനത്ത് തങ്ങളുടെ സാന്നിധ്യം കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ദൈവമേ, തക്ക സമയത്ത് ഹല്ലേലൂയ പൈതലിന്റെ നാട്ടിൽ കടന്നു വരുവാന്തൊക്കെ വേണം. ഹല്ലേലൂയ. സഹോദരിയുടെ വിവാഹത്തിൽ സംബന്ധിച്ച് സന്തോഷിപ്പാന്തൊക്കെ വേണം. എല്ലാം സ്വർഗത്തിലപ്പ അങ്ങ് വഴിയും വാതിലും തുറക്കണമേ. അതിനുവേണ്ട അനുകൂല സാഹചര്യങ്ങളെ മുഖാന്തരങ്ങളെ എല്ലാം ഒരുക്കണം. അപ്പൊ ആ തടസ്സങ്ങളെ നീക്കണമേ. അധികാരികളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. പൈതലൊരു തരത്തിൽ നിരാശപ്പെട്ടു ഭാരപ്പെട്ടു പോകുവാൻ എന്റെ അപ്പച്ചനെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദിവസങ്ങളിൽ ഹല്ലേലൂയ വിജയത്തിന്റെ സാക്ഷി ഞങ്ങളെ കേൾപ്പിക്കണമേ. എനിക്ക് വലിയവ ചെയ്തെന്ന് പറയുവാ എന്തൊക്കെ സ്വർഗ്ഗടയാക്കണമേ. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആമോസിന് മോനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്റർവ്യൂവിലെല്ലാം സ്വർഗ്ഗാത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കരം നീട്ടണമേ. എന്റെ പൈതലിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കിസിയ മോൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ആ ജർമ്മൻ ഭാഷയുടേതായ ഹല്ലേലൂയ ദൈവമേ, നല്ലവണ്ണം എക്സാം ഉന്നതമായ വിജയം നേടുവാന്നോണം. പരിശുദ്ധാത്മാവിലെ ജ്ഞാനത്താൽ പ്രിയ പൈതലിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ. എന്റെ അപ്പച്ചന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ മോൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, പൈതലിനെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. വിവാഹമല്ല ഏറ്റവും അനുഗ്രഹമായി തീരുവാന്നൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ എല്ലാ ആവശ്യങ്ങളും
സ്വർഗത്തിലേക്ക് അരങ്ങണമേ. പൈതലിനെ ശക്തീകരിച്ച് ബലപ്പെടുത്തി പുതിയ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുമാനമായി അത്ഭുതമായി സ്വർഗടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയത്തിന്മേലും സ്വർഗ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സജിൻ സിസ്റ്റർക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങളെയും കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണം. അപ്പച്ച ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകളെല്ലാം സ്വർഗത്തിൽ അപ്പന അറിയുന്നല്ലോ. ഹല്ലേലൂയ. അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, എന്റെ മകന്റെ ജോലിയിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച ഹല്ലേലൂയ. എല്ലാവരും സ്വർഗാത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ദൈവമേ, ആ 3 വിഷയം എഴുതിയെടുപ്പാൻ പൈതലിനെ കൃപ കൊടുക്കണമേ. പരിശുദ്ധാത്മാവതിനായി പൈതലിനെ സഹായിക്കുന്നു. ഹൃദയത്തിലെ ജ്ഞാനത്താൽ നിറയ്ക്കുന്ന തടസ്സം ഹല്ലേലൂയ. അങ്ങനെ പിന്നെ നല്ലൊരു ജോലിയെല്ലാം പൈതലിനൊരിക്കൽ പ്രാർത്ഥിക്കുന്നു. അച്യുതമോൾക്കായി ദൈവമേ, നല്ലൊരു അഡ്മിഷൻ ലഭിക്കാൻ അപ്പന്റെ കൃപ കൂടെ ഇരിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അപ്പൊ ഞങ്ങൾക്ക് എന്റെ അപ്പച്ചനെല്ലാം സാധ്യമായി സ്തോത്രം. അടുത്ത ദിവസം വിജയത്തിന്റെ സാക്ഷി മഹത്വം എടുക്കണമേ. പ്രാർത്ഥനയിട്ടിരിക്കുക. സ്തോത്രമാന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥന കേട്ടതാണ്. ദൈവത്തെ സ്തുതിക്കാമല്ലോ. അടുത്ത വിഷയം പറഞ്ഞു. ജെയിംസ് വർഗീസ് ഡിവൈസ് ഡിവൈസ് ജെയിംസ് അച്ചായന്റെ ഡിവൈസ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ജെയിംസ് അച്ചായന്റെ ഡിവൈസ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഭയങ്കര എരപ്പ് കാരണം അവർ കേൾക്കുന്നില്ലല്ലോ. അതുപോലെ ഓമന സിസ്റ്ററിന്റെയും ഓമനേന്റെയും മ്യൂട്ട് ചെയ്യണേ ഡിവൈസ്. ഓക്കെ. വിഷയങ്ങൾ പറഞ്ഞാട്ടെ. എന്റെ പേര് സാരി ജോസ്. ഞാൻ ഇന്ന് എന്റെ മോന്റെ 2ാമത്തെ കുഞ്ഞിന് 1 വയസ്സ് തികയാ. കുഞ്ഞുണ്ടായപ്പോ മുതലേ എന്നും ഇതിനകത്ത് എല്ലാ സൗകര്യമാർക്കും അറിയാം. മിക്കവാറും ആശുപത്രിയിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാ. എല്ലാവർക്കും അറിയാം. നെറായ മോണെന്ന പേര്. 1 വയസ്സ് തികയാ. അതോടുകൂടി ആ കുഞ്ഞിനെ മിക്ക ഫുഡ് അലർജിയെ. ഇന്ന് അലർജിയുടെ ടെസ്റ്റ് കൊണ്ട് പ്രത്യേകം ആ കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. ആമേൻ. അടുത്തൊരു വിഷയം കൂടെ പറഞ്ഞോട്ടെ. ബോർഡ് എക്സാം എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടി പ്രാർത്ഥനയെ പ്രത്യേകം ഓർക്കണേ. എൻ്റെ മോനും +2 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സിജോ എന്നാണ് പേര്. നമ്മൾ ഈ 2 വിഷയങ്ങൾ കേട്ടല്ലോ. സാലി ജോസ് പറഞ്ഞ മോന്റെ കുഞ്ഞിന്റെ വിഷയങ്ങൾ നമ്മൾ കേട്ടല്ലോ. 1 വയസ്സായി. അതിന്റെ പല അലർജിയും പ്രയാസങ്ങളുണ്ട്. നമുക്ക് ആ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആ കുഞ്ഞിനൊരു പൂർണ്ണ വിടുതൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അലർജിയുടെ ടെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ കാര്യമായിട്ട് പ്രയാസമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, ബോർഡ് എക്സാമിന് നമ്മുടെ അനേക കുഞ്ഞുങ്ങൾ ബോർഡ് എക്സാമിന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. നല്ലൊരു റിസൾട്ട് ലഭിക്കാം. എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ലൊരു റിസൾട്ട് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം 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 കർത്താവേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി കാലം മുഴുവനും കർത്താവ് ഞങ്ങളെ ക്ഷേമത്തോടെ സൂക്ഷിച്ചതിനാല് സ്തോത്രം. ഈ നല്ല പ്രഭാതം ഒന്നുകൂടെ കാണുവാനും എൻ്റെ പ്രാണപ്രിയനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഈ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിനാല് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പച്ച കർത്താസൻ പറഞ്ഞതായ വിഷയങ്ങളെല്ലാം അപ്പൻ്റെ പുനകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സാൻജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാവ് പറഞ്ഞ വിഷയങ്ങളെ അപ്പൻ്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ പിഞ്ച് വയതിലിന് അല്ലെങ്കിൽ 1 വർഷക്കാലം കർത്താവ് കാത്തു സൂക്ഷിച്ചു. എൻ്റെ പിന്നിൽ കുഞ്ഞ് ഒത്തിരി കഷ്ടതകളൊക്കെ അനുഭവിച്ചു, ശരീരക്ലേശങ്ങളൊക്കെ അനുഭവിച്ചു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അവളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഈ 1 വർഷക്കാലം കർത്താവ് ക്ഷേമത്തോടെ കുഞ്ഞിനെ കാത്തു പരിപാലിച്ച അപ്പൻ്റെ വലിയ കരുണയ്ക്കായി ഞങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന കർത്താവെ. അപ്പൊ ചാലേലിയ
ഈ ഒരു വർഷക്കാലം കാത്തു പരിപാലിച്ച അപ്പച്ചന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പച്ച ഇന്ന് പൈതലിനും ഒരു അലർജിയുടെ ടെസ്റ്റ് ഉണ്ടപ്പ. ആ ടെസ്റ്റുകളൊക്കെ കഴിയുമ്പോൾ യാതൊരു പോലില് കുഴപ്പമില്ല, എല്ലാം നോർമലായി തന്നെ കാണുമോ. അവൾക്ക് എല്ലാ ഫുഡും കഴിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ കർത്താവ് കൊടുക്കണമേ കർത്താവേ. ഫുഡിന്റെ അലർജികളൊക്കെ കർത്താവ് പൂർണ്ണമായി വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഒന്നിനാലും ഭാരപ്പെടുവാൻ ഇടയാക്കല്ലേ. കുഞ്ഞിന്റെ വാലാഷ്ടന്ന് വിടുവിക്കണമേ. അവരുടെ ശരീരാത്മതീയെ ബലപ്പെടുത്തണേ അപ്പ. അവരുടെ നെരിയാണികളെ ഉറപ്പിക്കണമേ കർത്താവേ. അവരുടെ അസ്ഥികളെ ബലപ്പെടുത്തണമേ കർത്താവേ. അവരുടെ ശരീരത്തോട് പോരാടുന്ന എല്ലാ രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കാലോ. സ്തോത്രം കർത്താവേ. ഇനി എല്ലാ ഫുഡും കുഞ്ഞ് കഴിക്കുമ്പോൾ യാതൊരു അലർജിയുടെ ബുദ്ധിമുട്ടുകളും പൈതലിനുണ്ടാകുവാൻ എന്റെ കർത്താവ് അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ ഫുഡിന്റെ അലർജിയുള്ള അനവധി കുഞ്ഞുങ്ങളുണ്ടപ്പ. അവരെയും അപ്പന്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് എല്ലാ ആഹാരങ്ങളും കഴിച്ച് അവര് പുഷ്ടി പ്രാപിപ്പാൻ തക്കണം എൻ്റെ അപ്പനെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ചാലയില് പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ദിവസങ്ങളിലെ കുഞ്ഞുങ്ങളുടെ ബോർഡ് എക്സാം ഒക്കെ ആണപ്പാ. അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട പരീക്ഷ എഴുതുവാൻ സ്വർഗത്തിലെ അപ്പച്ചനെ അവിടുന്ന് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ചാലയിലിയ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിക്കുന്ന കർത്താവേ. ഒരു അല്ലേലിയ മദ്യത്തിനും മയക്കുമരുന്നിനും കർത്താവേ വേണ്ടാത്ത കോലാഹല പ്രശ്നങ്ങളിലൊക്കെ അല്ലെങ്കിൽ അകപ്പെട്ടു പോകുന്ന ഈ തലമുറകള് കർത്താവെ ഒരെണ്ണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും ദൈവസന്നിധി വിട്ടിടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ എൻ്റെ പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഓരോ കാൽച്ചുവടുകളും മുന്നോട്ട് വെക്കുന്ന തലമുറകളായി തീരുവാൻ എൻ്റെ കർത്താവ് ഞങ്ങളെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ കർത്താവെ. അപ്പൊ ആ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും അപ്പൻ്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ബുദ്ധിയെയും അവരുടെ ബുദ്ധിമണ്ഡലത്തെയും കർത്താവ് തുറന്നു കൊടുക്കണേ അപ്പ. അനുഗ്രഹിക്കപ്പെട്ട പരീക്ഷ എഴുതുവാനും കർത്താവെ നല്ല വിജയം നേടുവാനും എൻ്റെ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളൊന്നും പത്യോപദേശം വിട്ടല്ലിയ അന്യപ്പെട്ടു പോകാൻ കർത്താവ് അനുവദിക്കരുത് കർത്താവെ. ശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനായ എൻ്റെ പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് ഓരോ കാൽച്ചുവടുകളും മുന്നോട്ട് വെക്കുവാൻ തക്കണം ഞങ്ങളുടെ തലമുറ കുഞ്ഞു തലമുറകളോട്ട് മുതിർന്ന കുഞ്ഞുങ്ങൾ വരെയും അപ്പൻ്റെ പൊന്നുകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. അപ്പൊ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, മാനവും മഹത്വവും കർത്താവിന് വരവിനാ ഒരുക്കണം. സകലതും ജീവൻ വെച്ച് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആർക്കെങ്കിലും വിഷയമുണ്ടോ? കേക്കാം. എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ തക്കത്തിന് ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി മക്കളുടെ പ്രാർത്ഥന പിന്നെ ഞാൻ ചോദിക്കുന്നു. പിന്നെ കുറച്ച് പണി കൂടി ഞങ്ങളുടെ മറ്റത്തിന്റെ പണി പൂർത്തിയാക്കാനുണ്ട്. അത് സിൻസിയറായിട്ട് ചെയ്തു തരാൻ വേണ്ടിയിട്ട് ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. രാജു പാസ്റ്ററാണേ. എൻ്റെ അത്യാവശ്യമായ ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ഞാൻ ഒരു 2.5 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഒരു കടബാധ്യത വന്നിരിക്കുന്നു. അപ്പോൾ ആ കടബാധ്യത വീട്ടുവാൻ എൻ്റെ വീടും സ്ഥലവും വിൽക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 2 മാസത്തിനുള്ളിൽ ആ പൈസ കൊടുത്തു തീർക്കേണ്ടതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ വീടും സ്ഥലവും വിൽക്കാൻ നല്ലൊരു വില ലഭിക്കാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഓക്കെ ഫാസ്റ്റർ, നമ്മൾ ഈ 2 വിഷയം നമ്മൾ കേട്ടല്ലോ. സ്തോത്രം. അമ്മണി സിസ്റ്റർ പറഞ്ഞ വിഷയം നമ്മൾ ചില നാളുകളായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. കർത്താവ് അവരുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി ദിവസങ്ങളിൽ ഒരു വിടുതൽ കാണുവാൻ വേണ്ടി ദൈവം ഇടയാക്കണം. മേരി മാത്യു അവരുടെ മുറ്റത്തിന്റെ വിഷയം അല്പം കൂടെ പണി തീരാനുണ്ട്. ആ വിഷയത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ ചില ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ദൈവം ഈ ദിവസങ്ങളിൽ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത് മാത്രമല്ല, രാജു പാസ്റ്റർ പറഞ്ഞ കാര്യം ഇപ്പോ നമ്മൾ കേട്ടല്ലോ. 2.5 ലക്ഷം രൂപ കടമുണ്ട്. ആ കടഭാരം കൊണ്ട് ഒരു കാരണവശാലും വീട് വിൽക്കാനോ അങ്ങനെ ഒരു പ്രയാസഘട്ടത്തിലോട്ട് പോകാൻ ഇടയാക്കരുത്. പല കുടുംബങ്ങളിലും കടഭാരങ്ങളാൽ ഭാരപ്പെടുന്ന അനേക ദൈവമക്കളുണ്ട്. ഇവരുടെയൊക്കെയും വിഷയങ്ങൾ നമ്മുടെ വിഷയം തന്നെയാണ്. ആ വിഷയം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ഒരു കാരണവശാലും വീട് വിൽക്കാതെ തന്നെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ആ കടഭാരം മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം.
രാജു പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടബാധ്യതകളാൽ ഭാരപ്പെട്ട് കഴിയുന്നല്ലോ ദൈവമേ. കർത്താസിൻ്റെ ആ കടബാധ്യതകൾ കർത്താവെ നികത്തുവാൻ കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്നു കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമനപ്പെട്ട് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും പെട്ടെന്ന് കർത്താസിൻ്റെ ആ കടബാധ്യതകൾ തീർക്കുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. വീടിൻ്റെ മുറ്റത്തിൻ്റെ വർക്ക് നടക്കുവാൻ കർത്താവെ സിസ്റ്ററിനെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കാൻ സ്തോത്രം. മറുപടി നൽകി അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ മാതിരി നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കാമല്ലോ. മറ്റാർക്കെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടോ? ഞാന് പിന്നെ റേച്ചൽ ബിജു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എൻ്റെ ഒരു ഫൈബ്രോയിഡിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലില് അവരെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിങ്ങനെ ഓപ്പറേഷന് വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടി ഞാൻ പരിമല ഹോസ്പിറ്റലില് അവിടുത്തെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അപ്പൊ കാണിച്ചപ്പോൾ എൻ്റെ ഈ ഫെബ്രുവരിയിൽ ഞാനൊരു സ്കാനിങ്ങും ഒരു പാസ്മിയറിന്റെ ടെസ്റ്റ് കൂടെ എടുത്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പാസ്മിയറിന്റെ റിസൾട്ട് വന്നു. അത് നെഗറ്റീവാണ്. യാതൊരു പ്രയാസങ്ങളോ ഭാരങ്ങളോ ഇല്ലാതാകുവാൻ ദൈവം സഹായിച്ചു. ആ റിപ്പോർട്ട് ഞാൻ അതായത് പരിമല ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇപ്പൊ യാതൊരു ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് കാണുന്നില്ല. ഓപ്പറേഷന്റെ ഒരു ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഇപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നില്ല. 6 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്കാനിങ് എടുക്കാം. 1 വർഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 വർഷത്തിനുള്ളിൽ 1 വർഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനിപ്പുറം ദൈവം സഹായിച്ചാൽ അത് ചിലപ്പോൾ ചുരുങ്ങിപ്പോകും. ഇല്ല എങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. 6 മാസം കഴിഞ്ഞൊരു സ്കാനിങ് എടുക്കുന്നുണ്ട്. ദൈവത്തെ ഹിതമെങ്കിൽ മാത്രമേ കത്തിവെക്കാൻ ദൈവം അനുവദിക്കാവൂ. അതിന്മേൽ ദൈവം ഒരു പൂർണ്ണ സൗഖ്യം തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതിനുവേണ്ടി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവദാസനും കുടുംബത്തോടും ഒക്കെ നന്ദി അറിയിക്കുന്നു. വീണ്ടും അടിയനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. തലമുറകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഒരു വിഷയം കൂടെ പറയാമല്ലോ. എനിക്ക് 2 മക്കളാണ്. ഒന്ന് +2 പഠിക്കുന്നു, രണ്ടാമത്തെ കുഞ്ഞ് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഷേർലി. എന്റെ 2 കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവർ രണ്ടുപേരും ദൈവകൃപയിൽ വളർന്നു വരുവാൻ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. നമ്മൾ ഈ 2 വിഷയം കേട്ടല്ലോ. റേച്ചൽ ബിജുവിന്റെ വിഷയം നമുക്കറിയാവുന്ന വിഷയമാണ്. ഹാലിൽ ഫൈബ്രോയിഡിന്റെ പ്രയാസാൽ ഭാരപ്പെടുന്നാൽ കർത്താവ് വിടുതൽ കൊടുത്തിരിക്കുന്ന പാൽക്കാലം നമ്മൾ കേട്ടല്ലോ. ഒരു കാരണവശാലും ഒരു ഓപ്പറേഷൻ കൂടാതെ വണ്ണം അടുത്ത 6 മാസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് അത് നോർമലായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത നാളുകളിൽ അത് ചുരുങ്ങി അത് ഒരു കാരണവശാലും ഒരു പ്രയാസം നേരിടാതെ ഒരു പൂർണ്ണ വിടുതൽ പ്രാപിച്ചെന്ന് നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷേർലി സിസ്റ്റർ പറഞ്ഞ വിഷയം നമ്മൾ കേട്ടില്ല. ഈ 2 കുഞ്ഞുങ്ങളുടെ വിഷയം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 2 വിഷയങ്ങളെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ, എന്നെ വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഇപ്പൊ രാവിലെ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ പാതപിടുത്തത്തിലേക്ക് കടന്നു വരുന്ന കർത്താവ് സ്തോത്രം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മേലും ദൈവത്തിന്റെ വരനേറ്റ് ഞങ്ങളെ വിടിയിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം കർത്താവപ്പ. സ്തോത്രം പറയപ്പെട്ട 2 വിഷയങ്ങളും ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥന സ്ട്രേച്ചിലിനും കുടുംബത്തിനായി സ്തോത്രം കർത്താവിൻ്റെ മകളുടെ വിഷയങ്ങൾ ദൈവമേ നിന്റെ സന്നിധിയിലുണ്ടല്ലോ. കർത്താവ് പ്രത്യേകിച്ച് കർത്താവ് ഫെബ്രുവരിന്റെ വിഷയങ്ങൾ കർത്താവ് സ്തോത്രം സർജറി കൂടാതെ ഒരു വിടുതൽ കൊടുക്കുവാൻ ദൈവത്തിന് കഴിയും കർത്താവപ്പ. ദൈവമേ പിശാച് ഒരുക്കുന്ന കണ്ണികളും കുടുക്കുകളും ആവപ്പെട്ടു പോലെ തോട് പ്രാർത്ഥിക്കുന്നു. സ്കാനിങ് റിപ്പോർട്ട് നെഗറ്റീവായി കിട്ടിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് പുഷ്പമില്ലാത്തവണ്ണം ദൈവം പൂർണ്ണ വിടുതൽ ആരോഗ്യം എൻ്റെ മകളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു വരുത്തുന്ന കർത്താവേ സ്തോത്രം. ദൈവമേ കർത്താവേ, നീ തൊട്ടൊരു നിന്നെ തൊട്ടൊരു സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ കർത്താവപ്പ. ദൈവമേ ദോഷമായിട്ടൊന്നും സംഭവിക്കുകയാണ്. പൂർണ്ണ ആരോഗ്യത്തോടെ പണ്ടത്തെ പോലെ ഒരു നല്ല ആരോഗ്യവതിയായി തീരുവാൻ തക്കതിന്റെ മൾക്ക് കൃപ കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. 6 മാസത്തിന് ശേഷം വേണ്ടി സ്കാൻ ചെയ്യുമ്പോൾ എല്ലാം നോർമലായി കിട്ടുന്നതിനായി സ്തോത്രം കർത്താവപ്പ.
തലമുറകൾക്കായി പ്രാർത്ഥനകളുടെ വിഷയങ്ങൾക്കും എല്ലാം തന്നെ ഇട്ടുമാറുന്നു. എന്നുകൊണ്ട് വിചാരിപ്പങ്ങളുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടെ അറിയിക്കണം. അതിന് പ്രകാരം ജീവിപ്പാൻ തക്കത്തില്ല മകളെ കുടുംബത്തെ ഒരുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഷർലസിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വിഷയങ്ങൾക്കായി സ്തോത്രം. എൻ്റെ മകളുടെ ശരീരാസ്ഥലിനെ പൂർണ്ണമായി വിടിക്കുമാർ. പലപ്പോഴും പല രോഗങ്ങളിട്ട് പീഡിപ്പിക്കുന്ന ആ ദുഷ്ടശക്തി എൻ്റെ ദാസിയെ വിടിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് മക്കളും ദൈവത്തിൽ വർദ്ധിച്ചു വരുവാൻ തക്കതൻ മകൾ ആഗ്രഹിക്കുന്നവൻ താവിലെ കുഞ്ഞുങ്ങളായി തീരുവാൻ തക്കതയും പറയുന്നു. എൻ്റെ ഭാവി അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേവസ്വമണ്ഡലം അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. അവിടുന്ന് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞങ്ങളോട് കൂടെയുള്ള നാശವನ್ನು ശ്രദ്ധ വെച്ച് കേട്ട ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നിരിക്കുക. സ്തോത്രം എല്ലാ യേശുക്രിസ്തുവിന്റെ തന്നെ. ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥന കേട്ട ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഇനി നമുക്ക് വിഷയങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഓക്കെ, നമുക്ക് തുടർന്ന് മറ്റ് ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്ക് നമുക്ക് നീങ്ങാമല്ലോ. സ്തോത്രം. ഒന്നാമതായി പാസ്റ്റർ ബെൻസൺ ദാനിയലിനും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സിസ്റ്റർ ബിന്ദുവിന് കൊടുത്ത വിടുതലിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഇന്നലെ അല്പം ശാരീരികമായ പ്രയാസം ഉണ്ടായിരുന്നു എങ്കിലും മറ്റ് വലിയ കുഴപ്പങ്ങളില്ല. എങ്കിൽ നമ്മൾ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പപ്പായും മമ്മിയും ഇന്ന് അവർ യാത്ര പോകുന്നു. അവരുടെ ഈ നമ്മുടെ പ്രാർത്ഥന തോണി എന്നുള്ള ആ സംരംഭത്തെ അത് നല്ല രീതിയിൽ നടക്കുവാനും അനേക ദേശങ്ങളിൽ അത് പിന്നെയും അതിന്റെ മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം നടക്കാൻ വേണ്ടി നമുക്ക് ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന അതിലൂടെ എല്ലാ മീറ്റിങ്ങുകളും എല്ലാ പ്രോഗ്രാമുകളും മംഗളകരമായി നടക്കാൻ വേണ്ടി ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലതും വിലയേർത്തുമായ പ്രഭാതത്തിന് സമയത്തിനോട് ഞങ്ങൾ സ്തുതിക്കുന്ന വാഴ്ത്തുന്ന വീണ്ടും ഞങ്ങളുടെ പാതപീഠത്തിലായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദാസൻ പറഞ്ഞ വിഷയത്തെ തൃപ്പാദങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭാസമായിട്ട് തൃപ്പാദങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. അപ്പച്ചന്റെ വലിയൊരു കരം നീട്ടി വിടുതലയച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കായി സ്തോത്രം. തുടർന്ന് കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ബിന്ദുസിനെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലിനായ സ്തോത്രം. ദൈവം ഇത്രത്തോളം കാത്തു പരിപാലിച്ചല്ലോ. എത്ര ശ്രദ്ധിച്ചാലും വർണ്ണിച്ചാലും മതി വരില്ലപ്പാ. എന്റെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ വർണ്ണിപ്പാൻ തക്കണം. എന്റെ ദാസിയ ദിവസങ്ങൾ ദൈവം എഴുന്നേൽപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശാരീരമായിട്ട് എല്ലാ അസ്വസ്ഥങ്ങളും പിതാവ് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി വളരെയധികം ശാരീരമായിട്ട് ബുദ്ധിമുട്ടുന്നു. കൽപ്പനയുടെയായി എന്നാൽ എന്റെ അപ്പച്ചന്റെ ഹാണിപ്പിഴല കാര്യം തൊട്ട് പൂർണ്ണ സൗഖ്യമുള്ള ഉദാഹരണം ദൈവം അയക്കണമേ. കർത്താവ് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസം ഉണ്ടാവും ദിവസം സമ്മതിക്കണം. നല്ല ഉറക്കം കൊടുക്കുമാറാകണമേ. കർത്താവെ, അകല ചിന്തകളെയൊക്കെ ദൈവം ഹൃദയത്തിൽ നിന്ന് അകറ്റണമേ. വെള്ളത്തോടെ നിൽപ്പാനുള്ള കൃപ ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, മഹമേൻ മാതാവും പിതാവും കർത്താവെ, ക്രിസ്തും കർത്താവെ, ഇപ്പോൾ കർത്താവെ സമയൻ ഗുജറാത്തിന്റെ മറ്റേ സ്ത്രീ കടന്നവൻ ആഗ്രഹിക്കുന്നില്ല. അപ്പച്ചാ ദൈവമേ സ്തോത്രം. അവിടെ യാതൊരു കൂടെ ഇരിക്കണമേ. ടിക്കറ്റ് എല്ലാം ദൈവം കൺവോൻസിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് യാതൊരു കൊണ്ട് പരിപാലന യാതൊരു ദോഷവും വരുത്തല്ലേ. തക്ക സമയത്ത് ഒരുത്തേണ്ട സ്ഥലത്തെത്തുവാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന പ്രാർത്ഥന ധ്വനിയുടെ എല്ലാ മേഖലകളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അനേക സംസ്ഥാനങ്ങളിൽ മേഖലയുടെ ഇന്ത്യയുടെ എല്ലാ വിവിധ രാജ്യങ്ങളിലും കർത്താവ് ഇത് പടർന്ന് ബന്ധിപ്പാൻ ദൈവം അനേകർക്ക് ആശ്വാസമായി തീരാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നതിനും അതിനായി എന്റെ ദൈവത്തിന്റെ കരം ചലിക്കണമേ. വലിയൊരു ദൈവപ്രവൃത്തി തന്റെ ദാസനോട് ചെയ്തു കൊടുക്കാൻ ദൈവമേ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എപ്പോഴും ഞങ്ങളുടെ ദൈവത്തിന്റെ സാന്നിധ്യം യാത്രയിലെ കർത്താവ് ശുശ്രൂഷ മണ്ഡലങ്ങളെ പ്രവർത്തന മേഖലകളൊക്കെയും ദൈവമേ കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു ദോഷവും വരുത്താൻ ഉന്നതം ബ്രാഞ്ചറുകളിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മനോമകത്വവും എന്റെ പിതാവിനെ പ്രാർത്ഥനയുടെ ന്യായ സ്തോത്രം യേശുപ്പച്ചനെ നിന്നുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവസഭകളുടെ ഉണർവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. വളരെ ഐക്യതയോടും സ്നേഹത്തോടും കൂടെ ജനമായി തീരുവാനും വലിയൊരു ഉണർവ് ഈ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടാകുവാനും ഡിനോമിനേഷൻ വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ ദൈവമക്കളും ഒരുപോലെ ഒരുമിച്ച് ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ആത്മീയരായി തീരാനും ഒരു വലിയ വിടുതൽ ഈ ദിവസങ്ങളിൽ കാണുവാൻ തക്കവണ്ണം ഒരു ഉണർവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സഹോദരം വാഗ്ദത്തങ്ങളിൽ സ്വസ്നായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ ചർച്ചകളെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവമേ, സഭയിലെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകണേ. സ്വാതന്ത്ര്യത്തോടെ ഹല്ലേലൂയ
സഭയൊന്നടങ്കം ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ അവിടുന്ന് നൽകണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ രാജ്യത്തെ കേരളത്തെ അനുഗ്രഹിക്കണം കർത്താവേ. സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ നൽകണമേ ദൈവമേ. സഭയൊന്നിച്ച് കർത്താവേ ദൈവത്തെ ആരാധിപ്പാനും സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിപ്പാനുള്ള കൃപ നൽകണേ. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഞങ്ങളുടെ സഭകളിന്മേൽ നൽകണമേ കർത്താവേ. ഞങ്ങളുടെ ദേവദാസന്മാരെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഐക്യതയോട് ദൈവസ്നേഹത്തോട് മുന്നോട്ട് കടന്നു പോകുവാൻ അവിടുന്ന് കൃപ നൽകണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ട ദൈവത്തെ സ്തുതിക്കാമല്ലോ. സ്തോത്രം. നമ്മുടെ പല തലമുറകൾക്കും ദൈവസ്ഥനിൽ കടന്നു വരുവാൻ താല്പര്യമില്ല. ദൈവഭയമില്ലാതെ ദൈവകൽപ്പനകൾ ലംഘിച്ച് കുടുംബത്തിനും സഭയ്ക്കും തലവേദനയായി മാറുന്ന അനേകം നമ്മുടെ തലമുറകളുണ്ട്. ആരാധന നടക്കുമ്പോൾ പകുതിയാകുമ്പോൾ അവർ ഇറങ്ങിപ്പോവും. അവർക്ക് പല ആത്മീയ സന്തോഷത്തിലോട്ട് അവർ കടന്നു വരാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ തലമുറകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പലരും ഈ ലോകത്തിലോട്ട് ഇറങ്ങിപ്പോകുന്ന അവസ്ഥകൾ നമുക്ക് കാണാം. അതുകൊണ്ട് മാതാപിതാക്കൾക്കും സഭയ്ക്കും വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്ന പല സഭകളുണ്ട്, പല കുടുംബങ്ങളുണ്ട്. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ദൈവസ്ഥനിൽ നമ്മൾ അറിഞ്ഞ വിശ്വാസത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുവാൻ തക്കോണം, അവർ ദൈവത്തിൽ വളരുവാൻ തക്കോണം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ ഓർത്ത് ഒരാൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശുദ്ധനാഥമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം കർത്താവേ. ഈ സമയത്ത് ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ ആമേ. ഞങ്ങളുടെ കർത്താവെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ദൈവകൃപയിൽ ആമേ ദൈവിക സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആത്മീയമായ കർത്താവെ സ്തോത്രം. താല്പര്യക്കുറവുകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലുണ്ട് കർത്താവെ. ദൈവമേ, വേണ്ടവണ്ണം ദൈവത്തെ ആരാധിപ്പാനോ മഹത്വപ്പെടുത്തുവാനോ ദൈവമേ വേണ്ട ഉത്സാഹമില്ലാതെ തലമുറകൾ കർത്താവെ ലോകത്തിലേക്ക് വഴുതി പോകുന്നൊരവസ്ഥയിലേക്ക് കർത്താവെ ആത്മീയ ലോകം കടന്നു വന്നിരിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർ ആത്മീയ ഉത്സാഹം നഷ്ടപ്പെടുവാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവിക ഒരു ആകർഷണ വലയം കർത്താവ് അവർക്ക് കൊടുക്കണമേ. ദൈവത്തെങ്കിലേക്ക് ഒരു ആകർഷിച്ച് അടുപ്പിച്ച് നിർത്തണമേ കർത്താവെ. ദൈവത്തെ അറിഞ്ഞ കുഞ്ഞുങ്ങളൊന്നും കർത്താവെ ലോകത്തിന് അനുരൂപപ്പെടുവാൻ അനുഭവിച്ചും സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ലോകത്തോടുകൂടെ നശിച്ചു പോകുവാൻ അവരെ ആരെയും വിട്ടുകൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പൈശാചികന്റെ കരങ്ങളിൽ അവർ അകപ്പെടുവാൻ ദൈവം സമ്മതിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അഭിഷേകത്തിന്റെ പുഷ്ടി അവരുടെ മേൽ വീഴുവാൻ തക്കോണം സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരുടെ ചിന്തകൾ, വിചാരങ്ങൾ, നോട്ടങ്ങൾ, സംസാരങ്ങൾ, ഇടപാടുകളിലെല്ലാം കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലലി നല്ല ആത്മീയ ചൈതന്യമുള്ള കുഞ്ഞുങ്ങളായി കർത്താവിനെ ഹാലലി ആരാധിപ്പാൻ വളരെ താല്പര്യമുള്ള കുഞ്ഞുങ്ങളാക്കി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദിവസങ്ങൾ ഒരുക്കിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമേനാകാത്ത യാതൊരു കാര്യങ്ങളിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുവാൻ, ലോകം അവരെ കാണുവാൻ, ലോക ഇഷ്ടങ്ങളിലോ ലോക ഇമ്പങ്ങളിലോ ഒന്നും ഒരു വഴുതി വീഴുവാൻ സ്വർഗം അവരെ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങക്ക് പ്രയോജനമുള്ള മക്കളായി ദൈവം അവരെ കുറിച്ച് പ്രകാരം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. വിധത്തിൽ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദിവസങ്ങളായി തീരുവാൻ തക്കോണം കർത്താവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ സഭയ്ക്ക് അനുഗ്രഹമാകണം, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമാകണം, അവരായിരിക്കുന്ന മണ്ഡലങ്ങൾ അവർ അനുഗ്രഹമാകണം. കർത്താവിന്റെ സാക്ഷികളായി ദൈവത്തെ ഹല്ലേലൂയ കർത്താവ് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന കുഞ്ഞുങ്ങളായി അവരുടെ ജീവിതം ഹല്ലേലൂയ മറ്റുള്ളവർക്ക് മാതൃകയുള്ളതായി തീരുവാൻ തക്കോണം സ്വർഗം ഞങ്ങളുടെ തലമുറകൾക്കെല്ലാം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, ഹാലലൂയ പിന്മാറ്റക്കാരായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവകരങ്ങളിലേക്ക് തലമുറകളെ ഏൽപ്പിക്കുന്ന കർത്താവെ. ആമേൻ ആമേൻ. അന്യപ്പെടുത്തി കളയുന്ന ദുഷ്ടശക്തികൾ നിന്നൊക്കെ ഞങ്ങളെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ കർത്താവെ. ദൈവകൃപയിൽ അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് ഹാലലൂയ കർത്താവെ സ്തോത്രം സ്തോത്രം. ദൈവകൃപയിൽ ഹാലലൂയ ഞങ്ങളെക്കാൾ ഉപരിയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് കാണുവാൻ ഹല്ലേലൂയ അവർ സത്യത്തിൽ നടക്കുന്നത് കേൾക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് ഭാഗ്യമൊരുക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവകൃപയിൽ പൊതിയണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ഭാവി വാഗ്ദാനങ്ങളായ ഞങ്ങളുടെ സഭയ്ക്ക് സമൂഹത്തിന് എല്ലാവരും അനുഗ്രഹമായി തീരുവാൻ തക്കോണം സ്വർഗമിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പച്ചന്റെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. ആരെങ്കിലും പിന്മാറ്റക്കാരായി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ വേഗത്തിൽ മടക്കി വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം യേശുപ്പച്ചന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം.
കർത്താവിടെ പ്രാർത്ഥന കേട്ടോ, ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമ്മുടെ ഭരണാധികാരികൾക്ക് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ത്യയുടെ ഭരണാധികാരികള്, പ്രൈം മിനിസ്റ്റർ, ആഭ്യന്തരമന്ത്രി മുതലായവരെ, അവരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ അതിന് വിരുദ്ധമായിട്ട് ഒരു കാരണവശാലും ഒരു തീരുമാനം എടുക്കുവാനോ, ദൈവമക്കൾക്കെതിരെ ഒരു തീരുമാനം എടുക്കുവാനോ, സുവിശേഷത്തിനെതിരെ ഒരു തീരുമാനം എടുക്കാനോ ഇടയാകരുത്. നമുക്കറിയാം, യുപിയിലും ജാർഖണ്ഡിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വളരെ പ്രയാസങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ അല്പം ശാന്തമായിട്ട് നിൽക്കുകയാണ്. തുടർന്നും വളരെ ശാന്തമായിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി എല്ലാ സ്റ്റേറ്റുകളിലും സമാധാനത്തോടുകൂടി കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മിനിസ്റ്റേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ ഓർത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാമല്ലോ. സ്തോത്രം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ പറയപ്പെട്ട വിഷയങ്ങളുമായി അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവേ. ഇന്ത്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സകല ഭരണവും നിന്നാൽ നിയുക്തമായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു, പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു, എല്ലാ മുഖ്യമന്ത്രിമാർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനായി സ്തോത്രം. ഹല്ലേലൂയ. ലോക്സഭയിലെ എല്ലാ മെമ്പേഴ്സിനെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവ്. രാജ്യസഭയിലെ മെമ്പേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ഉണർവ് കർത്താവ് ദേശത്തിന്റെ മേൽ അയപ്പാൻ ഇവര് തൊടുമാറാകണമേ കർത്താവെ. ഹല്ലേലൂയ. പലരും ദൈവവചനം ഹല്ലേലൂയ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. സക്ക സമയത്ത് നിന്റെ വചനം അവരെ ഓർപ്പിച്ചുണർത്തണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നൊരു വലിയ ഉണർവ് സ്വർഗം കൽപ്പിക്കുമാറാകണമേ കർത്താവെ. ഞങ്ങളുടെ നേതാക്കന്മാരെ നീ ടച്ച് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവജനത്തിന് എതിരായിട്ട് നീങ്ങുന്ന എല്ലാ രേഖകളെയും നിർമൂലമാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കുമാറാകണമേ. വരും ദിനങ്ങളിലെ രാജ്യവ്യാപകമായി ഹല്ലേലൂയ നിന്റെ കരം ചലിക്കുമാറാകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേട്ടോ, ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെ അനേക വിഷയങ്ങൾ നമ്മൾ ദേശത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ട് നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ദൈവം മറുപടി തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രയും സമയം അനുവദിച്ചെന്ന് ബെൻസൺ പാസ്റ്ററോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്നുള്ള ശുശ്രൂഷ ചെയ്യാൻ പാസ്റ്റർ രാജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പാസ്റ്റർ രാജു. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. ഈ രാവിലെ സമയം നമുക്ക് ദൈവസന്നിധിയിൽ പാടുവാനും അനന്തരമായി കർത്താവിൻ്റെ ദാസൻ അനുഗ്രഹീതമായ നിലയിൽ പ്രാർത്ഥന ലീഡ് ചെയ്യുവാനും കർത്താവ് ഇടയാക്കിയല്ലോ. കർത്തദാസനുള്ളതായ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. നമ്മുടെ രാവിലത്തെ പ്രാർത്ഥനയുടെ സമയം ഏകദേശം തീരുവാനായി പോകുന്നു. അല്പസമയം കൂടെ നമുക്കുണ്ട്. ഒരു ദൈവവചനം ചിന്തിപ്പാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ സമയം എനിക്കും ഇപ്രകാരം ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനും ദൈവവചനത്തിൽ നിന്ന് അല്പമായ കാര്യങ്ങൾ പറയുവാൻ അവസരമൊരുക്കിയ ബഹുമാന്യ ദൈവദാസൻ ബെൻസൺ പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ വളരെ പ്രശ്നങ്ങളിൽ കൂടെ, വളരെ ഭാരങ്ങളിൽ കൂടെ ഒക്കെ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. എങ്കിലും സർവശക്തനായ ദൈവം ആ സ്ഥാനങ്ങളിലെല്ലാം അത്ഭുതകരമായ നിലകളിൽ ഞങ്ങളെ സഹായിപ്പാൻ ഇടയായി തീർന്നു. പ്രത്യേകമായി ഞങ്ങളെയും ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ഞാനൊരു പുതിയ മേഖലയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം ഇത്രത്തോളം സഹായിച്ചല്ലോ. ഞാൻ പറഞ്ഞതായ പ്രാർത്ഥനാ വിഷയം ഓർക്കുമ്പോൾ ദൈവമക്കൾ പ്രത്യേകമായി ദൈവദാസന്മാർ പ്രാർത്ഥിക്കണം. അടിയന്തരമായി ഒരു 2 മാസത്തിനുള്ളിൽ കൊടുക്കേണ്ടതായ ഒരു ബാധ്യതയാണ്. ദൈവം അതിനു വേണ്ടുന്നതായ വഴികൾ തുറക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക. വിശുദ്ധ ബൈബിളിലെ ഒരു വേദഭാഗം മാത്രം, അതിൻ്റെ ഒരു ഭാഗം മാത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കാനായി കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിനാധാരമായിട്ട് യെശയ്യാ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ നമ്മെ നിശ്ചയമായും വിടുവിക്കും. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ നമ്മെ നിശ്ചയമായും വിടുവിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ പറയുവാനായിട്ട് എൻ്റെ മുമ്പിൽ സമയമില്ല. ഇന്ന് പകൽക്കാലം നമ്മൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിപ്പാനിടയായി. വിവിധമായ വിഷയങ്ങളുടെ നടുവിൽ നാം ഓരോരുത്തരുമായിരിക്കുന്നു. എന്നാൽ ഈ രാവിലെ സമയം ദൈവാത്മാവെന്നെ ഓർപ്പിച്ച വചനം ഇതാണ്: ദൈവം നമ്മെ നിശ്ചയമായും ആ വിഷയത്തിനകത്ത്
വിടുവിക്കും. ഇന്ന് പകൽക്കാലം ഭവനാന്തരീക്ഷത്തിലായിരിക്കുന്ന ഈ ദൈവോധനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവിൽ എനിക്ക് നാം ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന ഏതു വിഷയത്തിനകത്തും നിശ്ചയമായ ഒരു വിടുതൽ എനിക്ക് ലഭിക്കും എന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ അത് ഏറ്റെടുത്തുകൊണ്ട് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞുകൊണ്ട് എൻ്റെ വിഷയത്തിനകത്ത്, എൻ്റെ രോഗത്തിനകത്ത്, എൻ്റെ ബാധ്യതയ്ക്കകത്ത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിനകത്ത് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏതോ പ്രതിസന്ധികളുടെ നടുവിൽ നിന്ന് എന്നെ ഇന്ന് രാവിലെ സമയം നിശ്ചയമായും വിടുവിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് ആഴമായ ഒരു വിശ്വാസവും ഒരു ദൈവിക പ്രത്യാശയും നമ്മുടെ അകത്തുണ്ടാകട്ടെ. ഇവിടെ വായിക്കുന്നു, ദൈവം നമ്മെ നിശ്ചയമായി വിടുവിക്കും. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ ആത്മാവിൽ എനിക്ക് പറയുവാനുള്ള സന്ദേശം ഇതാണ്: നിശ്ചയമായ ഒരു വിടുതൽ ഈ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ വിഷയത്തിനകത്ത് ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് ഈ വചനത്തെ ഏറ്റെടുക്കുവാൻ ഈ പകൽക്കാലം ഇടയാകട്ടെ. എൻ്റെ കുഞ്ഞിന്റെ വിഷയത്തിൽ, എൻ്റെ രോഗത്തിന്റെ വിഷയത്തിൽ, എൻ്റെ ഭാരമേറിയ വിഷയത്തിനകത്ത് ഞാൻ അനുഭവിക്കുന്ന നിരാശയുടെ നടുവില് നിശ്ചയമായ ഒരു വിടുതൽ ഇന്ന് പകലിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഭവനാന്തരീക്ഷത്തിൽ ആത്മാവിൽ ഒരുമിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. ഈ പകലിൽ നിശ്ചയമായ ഒരു വിടുതൽ നമുക്ക് ലഭിക്കും. ഈ വിടുതൽ ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് തിരുവചനത്തിൽ നമുക്ക് വിവിധ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. 18-ാം സങ്കീർത്തനത്തിന്റെ 16-ഉം 17-ഉം വാക്യം വായിക്കുമ്പോൾ, അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു, ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ കയ്യിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ വിടുതൽ വരുന്നത് ഉയരത്തിൽ നിന്നാണ്. ഇന്ന് പകൽക്കാലം നാം ഇവിടെ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, ഉയരത്തിൽ നിന്ന് അവൻ നമ്മെ കൈനീട്ടി പിടിക്കുന്ന ദൈവമാണ്. നമ്മുടെ വിഷയത്തെ ഇന്ന് പകൽക്കാലം ഉയരത്തിൽ നിന്ന് കൈനീട്ടി നമ്മെ വിടുവിക്കുന്നതായ ദൈവത്തിന്റെ കരം എത്ര പേർ വിശ്വസിക്കുന്നു? ഉയരത്തിൽ നിന്ന് എനിക്കൊരു കരം. ഭൂമിയിലെ കരങ്ങളെല്ലാം താണുപോകുമ്പോൾ, ഭൂമിയിലുള്ള കരങ്ങളെല്ലാം ശൂന്യമാകുമ്പോൾ, ഭൂമിയിലുള്ള കരങ്ങൾക്കൊന്നും വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, ഡോക്ടർമാർക്കോ മനുഷ്യനോ നമ്മുടെ വിഷയത്തെ വിടുവിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ, ഇന്ന് രാവിലെ സമയം ഞാൻ ആത്മാവിൽ പറയട്ടെ, ഉയരത്തിൽ നിന്നൊരു കരം നമ്മുടെ മേൽ ഇറങ്ങി വന്ന് നാം അഭിമുഖീകരിക്കുന്ന, നാം ഭാരപ്പെടുന്ന, നാം നിരാശപ്പെടുന്ന ആ വിഷയത്തിനകത്ത് ഒരു വലിയ വിടുതൽ ദൈവം ഇന്ന് രാവിലെ സമയം നമുക്ക് വേണ്ടി ചെയ്യും. പെരുവെള്ളത്തിൽ നിന്ന് അവൻ എന്നെ വലിച്ചെടുത്തു. അതുകൂടാതെ ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു. ഇന്ന് പകൽക്കാലം നിന്റെ പ്രതിയോഗി എത്ര ബലമുള്ളതാണെങ്കിലും, നിന്റെ ശത്രു എത്ര ശക്തിയുള്ളവനാണെങ്കിലും, ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ, അവന്റെ കരങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതായ ദൈവം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഈ വചനത്തിന്റെ ശക്തി ഇന്ന് പകലിൽ നാം ഒരുമിച്ച് അനുഭവിപ്പാൻ കർത്താവിടയാകട്ടെ. പെരുവെള്ളത്തിൽ നിന്ന്, പെരുവെള്ളം പോലെയുള്ളതായ, നിലനിൽക്കാൻ കഴിയാത്തതായ പ്രതിസന്ധികളുടെ നടുവില് ഈ പകലിൽ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, അതിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ ശക്തനാണ്. നിലത്തുറയ്ക്കുവാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധികൾ നമ്മെ മൂടുമ്പോൾ, ഒന്നിനു പുറകെ ഒന്നായി ഭാരങ്ങളും നിരാശകളും വേദനകളും രോഗങ്ങളുമായിട്ട് ഞാനും നിങ്ങളുമായിരിക്കുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വചനത്തിൽ കൂടി രാവിലെ നമ്മെ ഓർപ്പിക്കുന്നത്, പെരുവെള്ളം എത്ര വലുതാണെങ്കിലും അതിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതായ ഒരു ദൈവം. അത് മാത്രമല്ല, ബലമുള്ള ശത്രു എത്ര ബലമുള്ള വ്യക്തിയാണെങ്കിലും അവന്റെ കരങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതായ ദൈവം. അനേക വേദഭാഗങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുവാനുണ്ടെങ്കിലും സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. ആകയാൽ ഞാൻ ഓർപ്പിച്ചത്, ദൈവത്തിന്റെ വചനത്തിലെ ശിയാപ്രവചനത്തിൽ പറഞ്ഞതുപോലെ, നിശ്ചയമായും
യഹോവ നമ്മെ വിടുവിക്കും. ഇന്ന് പകൽക്കാലം നമുക്ക് ചേർന്ന് പറയാം, ഭവന അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് പറയാം, എന്റെ ദൈവം ഇന്ന് പകലിൽ നിശ്ചയമായി എന്റെ പ്രാർത്ഥന കേൾക്കും, നിശ്ചയമായി എന്റെ വിഷയത്തിന് വിടുതൽ നൽകും, നിശ്ചയമായി ഞാൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്റെ ദൈവം എന്നെ വിടുവിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പറയാൻ ഞാനും നിങ്ങളും ആ വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയുമെങ്കിൽ ദൈവം നമ്മെ നിശ്ചയമായി വിടുവിക്കും. കഴിഞ്ഞ നാളുകളിലും ഈ ദൈവത്തിന്റെ വിടുതലുകള് വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലവും ഞാൻ ആ വചനം പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് ആ വചനത്തെ സ്ഥിരമാക്കുകയാണ്. അവൻ ഉയരത്തിൽ നിന്ന് നമ്മെ കൈനീട്ടി വിടുവിക്കും. ഇന്ന് പകൽക്കാലം ഒരു ഉയരത്തിലെ കരം നമ്മുടെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ തലമുറയിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഈ രാവിലെ സമയം എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുവാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. യഹോവ നമ്മെ നിശ്ചയമായും വിടുവിക്കും. ഇന്ന് പകലിൽ ആ വചനം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കിക്കൊണ്ട്, ആ വചനം നമ്മുടെ ജീവിതത്തിൽ ആശ്രയമാക്കിക്കൊണ്ട് ഉയരത്തു നിന്നുള്ളതായ കൈ നമ്മെ വിടുവിപ്പാനായി ഇറങ്ങി വരും. നമ്മുടെ ഭാരമേറിയ വിഷയത്തിനകത്ത്, പെരുവെള്ളം പോലെയുള്ള വിഷയത്തിനകത്ത് ആ വിടുതലായി ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്ന് എന്നെ വിടുവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ച് വചനത്തെ ചേർന്നാമീൻ പറയുവാൻ ഈ രാവിലെ സമയമിടയാക്കട്ടെ. നിശ്ചയമായും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നാം ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു വിടുതൽ ദൈവം ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി ചെയ്യും. വിശ്വസിച്ചുകൊണ്ട് ആ വചനത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു അവസരം ഒരുക്കുക ബഹുമാന്യ ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയുവാനായി ആഗ്രഹിക്കുന്നു. ബെൻസൺ പാസ്റ്റർ ഉണ്ടോ? എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ പറയാം. ഇല്ലെങ്കിൽ കർത്താവിന്റെ ദാസൻ എഡിസൺ സണ്ണി, ഡൽഹി, പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം പറയുന്നു കർത്താവേ. ദൈവമേ, ഹല്ലേലൂയ, അങ്ങേ ഉയരത്തിന്ന് കർത്താവെ കൈ നീട്ടി ഞങ്ങളെ കർത്താവെ നിശ്ചയമായി ആമേൻ വിടുതൽ നൽകി തരുന്ന സർവശക്തനായ ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നപ്പാ. ആമേൻ കർത്താവേ, ഏത് പ്രതിസന്ധിയാണേലും, ഏത് ആമേൻ ഹല്ലേലൂയ വാലി ഓഫ് ഷാഡോസ് ഓഫ് ഡെത്ത് ആണേലും കർത്താവേ, ഏത് അവസ്ഥയിലാണേലും സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം കീറി ഇറങ്ങി വന്ന ഒരു വിടുതൽ അനേക വിഷയങ്ങളെ ഓർത്ത് ദൈവമേ ചെല്ലോ കർത്താവ്, അനേക വിഷയങ്ങളെ ഓർത്ത് ദൈവമേ ഹല്ലേലൂയ, ഞങ്ങളുടെ കർത്താവെ ജീവിതത്തിൽ അതൊരു സാക്ഷ്യവുമാണല്ലോ കർത്താവെ. കർത്താവെ ഹല്ലേലൂയ, പ്രാർത്ഥന ധ്വനിയുടെ ലീഡറായിരിക്കുന്ന കർത്താവെ പാസ്റ്റർ ബെൻസൺ ഡാനിയലും കുടുംബത്തിന്റെ ജീവിതത്തിൽ കർത്താവെ അത് ഒരു സാക്ഷ്യമാക്കി തീർത്തിരിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു കർത്താവെ, സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ, ഞങ്ങളുടെ ഫാമിലി ജീവിതത്തിൽ കർത്താവെ, ഞങ്ങളുടെ ജോലി സ്ഥലത്തിൽ, ഞങ്ങളുടെ ഏത് വിഷയത്തിലാണേലും സർവശക്തനായ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് അനേക അസാധ്യമായ വിഷയത്തിൽ വേണ്ടി കർത്താവെ ഞങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ കർത്താവെ പ്രവർത്തിച്ചിരിക്കുന്ന വലിയ ഉപകാരങ്ങൾക്കായി, വലിയ ദയകൾക്കായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്ന സ്തുതിക്കുന്നു കർത്താവ്. പിന്നെയും അങ്ങേ നിങ്ങൾ വഴി നടത്തുന്ന ഹല്ലേലൂയ ശക്തനായ സർവശക്തനായ ദൈവമാകയാൽ, യഹോവ റാഫാകയാൽ, യഹോവ ഈറയാകയാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തും. വിടുതലായിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ പ്രാർത്ഥിച്ച വിഷയത്തിൽ മേൽ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചിരിക്കുന്നതിനായി വാഴ്ത്തും. പ്രാർത്ഥന യേശുവിന്റെ ആമേൻ. ആമേൻ ആമേൻ. पवित्र आत्मा की संगति और आज आगमन
होती रहे। आमीन। കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കും. ആമേൻ.